പൊളിഞ്ഞ ബജറ്റാണെന്നൊരു വിമർശനം ഉന്നയിക്കാൻ പോകുന്ന തരത്തിൽ ബജറ്റിൽ പിഴവുണ്ടോ? അതും അതിനകത്ത് നമ്മളൊരു ബഡ്ജറ്റിനെ വീക്ഷിക്കേണ്ടത് ഒന്ന് ഒരു വർഷത്തെ ഫിനാൻസിൻ്റെ റെസീറ്റും അതിൻ്റെ വരവ് ചെലവ് കണക്കുകളാണ്. രണ്ട് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലുള്ള പെർഫോമൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. മൂന്നാമത് ഒരു സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം നീതി പുലർത്തുന്നുള്ള കാര്യം നോക്കണം. അതോടൊപ്പം ഏതൊക്കെ മേഖലയിലാണ് ഇവർ പണം ചിലവാക്കിയിട്ടുള്ളത്, ചിലവാക്കാത്തതെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും നിരാശാജനകമായിട്ടുള്ള ഒരു ഫെയർവെൽ ബഡ്ജറ്റായിട്ടാണ് നമുക്കിത് തോന്നിയത്. ഒന്നാമത്തെ കാരണം, നിങ്ങളിതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും റിവൈസ് എസ്റ്റിമേറ്റും നോക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള പറഞ്ഞ കുടിവെള്ളം, ലൈഫ് പദ്ധതി അടക്കം ഉള്ള പദ്ധതികളിൽ വലിയ വെട്ടിച്ചുരുക്കൊണ്ടായിട്ടിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ ഏകദേശം 24% മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത്. എത്രയോ ആളുകൾ വീടില്ലാതെ ബേസ്മെൻറ്റ് കൂലയൊക്കെ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വെറും 24% ലൈഫ് പദ്ധതിയിൽ ചിലവാക്കിയിട്ടുള്ളത്. ഇവിടെ കൊടുക്കാനുള്ള കുടിശ്ശിക, കാരുണ്യ പദ്ധതിയിൽ 1500 കോടി രൂപയുടെ കുടിശ്ശിക ഇപ്പോഴുണ്ട്. ഇവിടെ സപ്ലൈകോയുടെ കുടിശ്ശികയുടെ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ KMSCL മരുന്ന് വാങ്ങിയതിൻ്റെ ഏകദേശം 700 കോടി രൂപയുടെ കുടിശ്ശിക കിട്ടാനുണ്ട്. അത് കാരണം പുതിയ മരുന്നുകൾ വരുന്നില്ല. ഈ പറഞ്ഞ കോൺട്രാക്ടർമാരും കമ്പനിക്കാരൊന്നും മരുന്ന് തരുന്നില്ല. അതേപോലെ തന്നെ കാരുണ്യ മേഖലയിലെ സ്കീമിൽ പണം കൊടുക്കാത്തത് കൊണ്ട് പല ഹോസ്പിറ്റലുകളും ആളുകൾക്ക് കാരുണ്യ സ്കീമിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഉഴപ്പുകയാണ്. എന്നു മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ട ആളുകൾ SC/ST മേഖലയിലുള്ള പദ്ധതികളിൽ വലിയ രീതിയിലുള്ള പ്ലാനിൽ വെട്ടിച്ചുരുക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2023-24 കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ വെറും 20-30% മാത്രമാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ചെറുത് ഇൻക്രീസ് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നടപ്പിലാക്കാനുള്ള സംവിധാനം സർക്കാരിനില്ല. സർക്കാർ തന്നെ പറയുന്നു വലിയൊരു, നമ്മൾ ഓരോ ആളുകൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണ്. ഈ കിഫ്ബി പദ്ധതിയുടെ ഈ പറഞ്ഞ ലീനൂടെ വരുമ്പോഴേക്കും അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ദിശാബോധം ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഞെരുക്കങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു വരും, എന്താണ് സൊല്യൂഷൻ എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണം ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. ഇത് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് മുന്നിൽ വന്നു. അതൊരു കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് വളരെ നിരാശാജനകമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം മുന്നോട്ട് പോകാനുള്ള ഒരു ഔട്ട് ഓഫ് ദ ബോക്സ്. അദ്ദേഹം പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പറയുന്ന പാവപ്പെട്ട ലൈഫിന് വേണ്ടി വീട് കാത്തിരിക്കുന്ന ആളുകളുടെ വീട് കെട്ടാതിരിക്കുന്നതും ആശുപത്രിക്കുള്ള പണം കൊടുക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെൽകർഷകർ അടക്കമുള്ള ആളുകൾ കുടിശ്ശിക കൊടുക്കാതിരിക്കുന്നതുമാണ് പ്ലാൻ ബി എന്ന് മന്ത്രി തന്നെ ഇപ്പോൾ സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവ് ഈ ബഡ്ജറ്റിലുണ്ട്, ഈ കാശിൻ്റെ കുറവ് ഈ ബഡ്ജറ്റിലുണ്ട്. അതോടൊപ്പം എങ്ങനെ മുന്നോട്ട് ഇനിയും നികുതി പിരിവിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി എനിക്ക് യോജിക്കാൻ കഴിയുകയില്ല. എത്രയോ നികുതിയുടെ പിരിവിൻ്റെ വർധന വരുത്തുന്ന മേഖലകളുണ്ട്. നമ്മൾ ആക്ച്വലി ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് നികുതി പിരിവ് കുറയുന്ന പല മേഖലകളുമുണ്ട്, പല സെക്ടറുകളുമുണ്ട്. അതിലേക്ക് എന്നാൽ ഈ വർഷം നമുക്ക് നികുതി പിരിവ് കൂട്ടണം, എന്നാൽ മാത്രമേ തനത് വരുമാനം കൊടുത്തുള്ളൂ എന്നുള്ള ഒരു ക്യാമ്പയിനായി, വളരെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനായിട്ട് എന്തുകൊണ്ട് സർക്കാർ പോകുന്നില്ല? അദ്ദേഹം ഉദ്ദേശിക്കുന്ന പാവപ്പെട്ട ആളുകളല്ല. പാവപ്പെട്ടവൻ്റെ ബിൽഡിംഗ് ടാക്സും ഈ പറഞ്ഞ 50% കെട്ടിട നികുതി കൂട്ടിയ കാര്യമല്ല, അല്ലാതുള്ള ആളുകളുടെ നികുതി പല വിഷയങ്ങളിലും ഒക്കെ കൂട്ടേണ്ടത് അതിനുള്ളൊരു അഗ്രഷൻ കാണും. അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്തു, നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിലെ ഒരു വാദമായിരുന്നു എല്ലാ വർഷവും 100 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടും എന്നുള്ളത്. 2026 ആകുമ്പോൾ 2100 രൂപ ആകേണ്ട പെൻഷൻ ഇപ്പോഴും 1200 കിടക്കുകയാണ് എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ, ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എനിക്കൊരു വിഷമം തോന്നുന്നു. അദ്ദേഹത്തെ പോലൊരാൾ കുടിശ്ശിക ക്ലിയർ ചെയ്യാൻ 60 കോടി രൂപ കൊടുക്കുന്നത് വലിയ കാര്യം ആണെന്ന് പറയുന്നത്, ഇതൊക്കെ കുടിശ്ശികയാണ്. നിങ്ങൾ 3 മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിൽ 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. എൻ്റെ പണമില്ലെങ്കിലും ഞാൻ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കുകയാണ്, വലിയ കാര്യമാണോ? കഴിഞ്ഞ വർഷത്തെ കിടക്കുന്ന കുടിശ്ശികകൾ കൊടുക്കുന്ന കാര്യം, പിന്നെ സപ്ലൈകോയുടെ 1500 കോടി രൂപയുടെ കുടിശ്ശികയൊക്കെ പഴയതാണെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി ആണല്ലോ സർക്കാർ. പഴയ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തത്. ഞാൻ വിചാരിച്ചു അദ്ദേഹം പഴയതാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഏറെക്കാലമായിട്ടുള്ള UDF അദ്ദേഹം 5-6 വർഷം എന്നാണ് പറഞ്ഞത്. നമുക്കത്